എല്ലാ കൂട്ടുകാർക്കും ഓൺലി പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ +2 ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹു വാസ് ദി ഫസ്റ്റ് യൂറോപ്യൻ ടു വിസിറ്റ് കേരള? കേരളം സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻസ് ആരായിരുന്നു? ആൻസർ ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരായിരുന്നു കേരളം സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ കേരള ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ദ പോർച്ചുഗീസ് ആർ കോൾഡ് ആസ് ഡാഷ്. കേരള ചരിത്രരേഖകളിൽ പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന പേരെന്ത്? ആൻസർ പറങ്കികൾ. പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത്. ഇതുപോലെ ഡച്ചുകാർ ലന്തക്കാർ എന്നും, ഫ്രഞ്ചുകാർ പലന്ത്രീസുകാർ എന്നും, ഇംഗ്ലീഷുകാർ ഷീമക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് ഡിഡ് വാസ്കോ ഡ ഗാമ വിസിറ്റ് കേരള? വാസ്കോ ഡ ഗാമ എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ആൻസർ 3 times. 1498, 1502, 1524 എന്നീ വർഷങ്ങളിലാണ് വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചത്. 1498 ആദ്യമായി അദ്ദേഹം കേരളം സന്ദർശിച്ചത് സാവോ ഗബ്രിയേൽ എന്ന കപ്പലിലായിരുന്നു. സാവോ റാഫേൽ, ബെറിയോ, കാരവൽ എന്നീ കപ്പലുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1502 അദ്ദേഹം രണ്ടാമതായി കേരളം സന്ദർശിച്ചത്. 1524 മൂന്നാമത്തെ സന്ദർശന വേളയിലാണ് അദ്ദേഹം മലേറിയ ബാധിച്ച് കൊച്ചിയിൽ വെച്ച് മരണമടയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹു വാസ് ദി സെക്കൻഡ് യൂറോപ്യൻ ടു വിസിറ്റ് കേരള? കേരളം സന്ദർശിച്ച രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ആരായിരുന്നു? ആൻസർ ദ ഡച്ച്. ഡച്ചുകാരായിരുന്നു രണ്ടാമത് കേരളം സന്ദർശിച്ച യൂറോപ്യൻ ശക്തി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹു വാസ് ദി തേർഡ് പവർ ടു വിസിറ്റ് കേരള? കേരളം സന്ദർശിച്ച മൂന്നാമത്തെ ശക്തി ആരായിരുന്നു? ആൻസർ ദ ബ്രിട്ടീഷ്. സിക്സ് ക്വസ്റ്റ്യൻ. ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു വിസിറ്റ് കേരള? കേരളം സന്ദർശിച്ച അവസാനത്തെ യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു? ആൻസർ ദ ഫ്രഞ്ച്. സെവൻത്ത് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ടഡ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം? ആൻസർ 1600. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ. ദ ഫോർമേഷൻ ഇയർ ഓഫ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് ഏതു വർഷം? ആൻസർ 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. നയൻത്ത് ക്വസ്റ്റ്യൻ. ഹു വാസ് ദി റൂളർ ഓഫ് ഫ്രാൻസ് ഡ്യൂറിങ് 1664? 1664 ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആര്? ആൻസർ കിങ് ലൂയിസ് 14. ലൂയി 14 1664 ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ടെൻത്ത് ക്വസ്റ്റ്യൻ. വിച്ച് കിങ് ഓഫ് പോർച്ചുഗൽ സെൻറ്റ് വാസ്കോ ഡ ഗാമ ടു കേരള? വാസ്കോ ഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആര്? മാനുവൽ ഫസ്റ്റ്. മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോ ഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ചത്. 11th ക്വസ്റ്റ്യൻ. വിച്ച് റൂളർ ഓഫ് കേരള ഗേവ് പെർമിഷൻ ടു ദി പോർച്ചുഗീസ് ടു ലാൻഡ് ഇൻ കേരള? പോർച്ചുഗീസുകാർക്ക് കേരളത്തിലേക്ക് സന്ദർശനം നടത്താനുള്ള അനുമതി നൽകിയത് ഏത് ഭരണാധികാരിയായിരുന്നു? ആൻസർ കോഴിക്കോട് സാമൂതിരി. കോഴിക്കോട് സാമൂതിരിയാണ് പോർച്ചുഗീസുകാർക്ക് കേരളം സന്ദർശിക്കുവാനുള്ള അനുമതി നൽകിയത്. 12th ക്വസ്റ്റ്യൻ. ഹു വാസ് ദി ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ. 13th ക്വസ്റ്റ്യൻ. ദ നേവൽ ചീഫ് ഓഫ് സാമൂതിരി വാസ് കോൾഡ് ആസ് ഡാഷ്. സാമൂതിരിയുടെ നാവിക തലവൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ആൻസർ കുഞ്ഞാലി മരക്കാർ. 14th ക്വസ്റ്റ്യൻ. ദി ഓൺലി മുസ്ലിം റൂളേഴ്സ് ഓഫ് കേരള ഹു റൂൾഡ് ലക്ഷദ്വീപ് ഐലൻഡ്സ്? ലക്ഷദ്വീപ് ഭരിച്ചിരുന്ന കേരളത്തിലെ ഏക മുസ്ലിം ഭരണാധികാരികൾ ആരായിരുന്നു? ആൻസർ അറക്കൽ കിങ്ഡം. അറക്കൽ രാജവംശമാണ് ലക്ഷദ്വീപ് ഭരിച്ചിരുന്ന കേരളത്തിലെ ഏക മുസ്ലിം ഭരണാധികാരികൾ. 15th ക്വസ്റ്റ്യൻ. In which year Martanda Varma defeated the Dutch?
മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച വർഷം? ആൻസർ 1741. 1741 കൊളച്ചിൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുന്നത്. 16th question. Who was the first British reached Kerala? കേരളത്തിലേക്ക് എത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ആൻസർ മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് ആയിരുന്നു കേരളം സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വംശജൻ. 17th question. Who gave permission to the British to build a fort in അഞ്ചുതെങ്ങ്? അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആര്? ആൻസർ ആറ്റിങ്ങൽ റാണി. 1690 ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുമതി നൽകിയത്. 18th question. In which year കുഞ്ഞാലി ഫോർത്ത് killed by the Portuguese? കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചതെന്ന്? ആൻസർ 1600. 1600 കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിക്കുന്നത്. 19th question. Which European power related with Hortus Malabaricus? ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ ശക്തി ഏത്? ആൻസർ ദ ഡച്ച്. 20th question. What is the meaning of the Latin word Hortus Malabaricus? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദവുമായി ബന്ധപ്പെട്ട അർത്ഥം എന്ത്? ആൻസർ ഗാർഡൻ ഓഫ് മലബാർ. മലബാറിലെ ഉദ്യാനം എന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. 21st question. In which year the Portuguese left India? പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട വർഷം ഏത്? ആൻസർ 1961. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടത്. 22nd question. Who was the first Governor General of Portuguese in Kerala? കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ. 23rd question. The first capital of Portuguese in India? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപിറ്റൽ ഏതായിരുന്നു? ആൻസർ കൊച്ചി. കൊച്ചിയായിരുന്നു ആദ്യത്തെ തലസ്ഥാനം. പിന്നീട് ഗോവ അവർ തലസ്ഥാനമാക്കി മാറ്റുകയായിരുന്നു. 24th question. Which was the first settlement of the French in India? ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ് എവിടെയായിരുന്നു? ആൻസർ സൂറത്ത്. സൂറത്തിലാണ് അവർ ആദ്യം സെറ്റിൽ ചെയ്യുന്നത്. പിന്നീട് അവർ മസൂലി പട്ടണം സെറ്റിൽമെൻറ്റായി തിരഞ്ഞെടുക്കുന്നുണ്ട്. 25th question. Who wrote കേരളപ്പഴമ? കേരളപ്പഴമ രചിച്ചതാര്? ആൻസർ ഹെർമൻ ഗുണ്ടട്ട്. 26th question. Who was the founder of printing and publishing in Kerala? കേരളത്തിൽ പ്രിൻറ്റിംഗ് പബ്ലിഷിംഗ് ഇത് രണ്ടും ആരംഭിച്ചതാര്? ആൻസർ ബെഞ്ചമിൻ ബെയ്ലി. 27th question. Which German missionary started the newspaper രാജ്യസമാചാരം? രാജ്യസമാചാരം ആരംഭിച്ച ജർമ്മൻ മിഷണറി ആരായിരുന്നു? ആൻസർ ഹെർമൻ ഗുണ്ടട്ട്. 28th question. In which year Benjamin Bailey started the Malayalam printing press? ബെഞ്ചമിൻ ബെയ്ലി മലയാളം പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ച വർഷം? ആൻസർ 1821. 1821 കോട്ടയത്താണ് അദ്ദേഹം ആദ്യമായി ഒരു മലയാളം പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിക്കുന്നത്. 29th question. Who is the writer of മലയാള രാജ്യം, പശ്ചിമോദയം, മലയാള ഭാഷാ വ്യാകരണം, പഴഞ്ചൊൽമാല? ഈ കൃതികളുടെ കർത്താവാര്? ആൻസർ ഹെർമൻ ഗുണ്ടട്ട്. 30th question. ക്യാപ്റ്റൻ ഡിലനോയ് വാസ് റിലേറ്റഡ് വിത്ത് വിച്ച് റിവോൾട്ട്? ക്യാപ്റ്റൻ ഡിലനോയ് ബന്ധപ്പെട്ടിരിക്കുന്ന യുദ്ധമേത്? ആൻസർ കൊളച്ചൽ റിവോൾട്ട്. 1741 കൊളച്ചൽ യുദ്ധമാണ് ക്യാപ്റ്റൻ ഡിലനോയുമായി ബന്ധപ്പെട്ട യുദ്ധം. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.